വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 52 മിനിറ്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും ചില സ്ഥലങ്ങളിലേക്ക് വെള്ളക്കെട്ട് രൂക്ഷമാണ്. നമുക്ക് കോഴിക്കോട്ടേക്കൊന്ന് പോയാൽ കോഴിക്കോട്ട് ആരാമ്പ്രത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകിയതിന് പിന്നാലെ 50-ലധികം വീടുകളിൽ വെള്ളം കയറി. കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. താഴെ പടനിലവും ഭാഗവും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അരുൺ സോളമനുണ്ട് ഇപ്പോൾ സ്ഥലത്ത്. അരുൺ, വെള്ളം ഇറങ്ങി തുടങ്ങി, ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നത് നല്ല ആശ്വാസമാണ്. മാനം തെളിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ വെള്ളം അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. വെള്ളക്കെട്ടാണോ പലയിടങ്ങളിലും? ഇനി കുറച്ച് സമയം എടുക്കുമോ മഴ പെയ്തില്ലെങ്കിൽ ഇത് തോർന്നു പോകാൻ? അരുൺ, നിലവിലൊരു 10 മിനിറ്റ് മഴ ഇല്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഇന്നലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് കോഴിക്കോടിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും വെള്ളത്തിന്റെ അടിയിൽ പെട്ടുകഴിഞ്ഞിരിക്കുകയാണ്. കാരണം തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മടവൂർ പഞ്ചായത്തിലാണ്. ഇവിടെ ആരാമ്പ്ര എന്ന് പറയുന്ന ഈ ഒരു നാട്, ഇതിനോടനുബന്ധിച്ചുള്ള 5 വാർഡുകൾ ഇപ്പോൾ വെള്ളത്തിനടിയിലായി എന്നുള്ളതാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പൂനൂർ പുഴയാണ്. പൂനൂർ പുഴ ഇപ്പോൾ 2018 ശേഷമാണ് വീണ്ടും ഇപ്പോൾ കരകവിഞ്ഞൊഴുകുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഒട്ടുമിക്ക വീടുകളും ഇപ്പോൾ വെള്ളത്തിനടിയിലായി എന്നുള്ളതാണ്. നിലവിൽ നേരത്തെ കിട്ടിയ മുന്നറിയിപ്പ് പ്രകാരം തന്നെ ഈ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ഈ പുഴയ്ക്ക് വൃഷ്ടിപ്രദേശത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി എന്നുള്ളതാണ് ഏറെ ഒരു ഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. നിലവിൽ സാമൂഹ്യ പ്രവർത്തകരുടെ അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും അങ്ങനെയുള്ള സംയുക്തമായിട്ടുള്ള പ്രവർത്തനം നിലവിൽ നടന്നു വരികയാണ്. പക്ഷെ അപ്പോഴും ഈ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു 10 മിനിറ്റേ ആയിട്ടുള്ളൂ ഈ പ്രദേശത്ത് ഇപ്പോൾ മഴ പെയ്യാതെ ആയിട്ട്. ഇനിയും തുടർച്ചയായിട്ടുള്ള ഒരു മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ വെള്ളം കെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ പുരയിടങ്ങളിലടക്കം ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. കൃഷിയിടങ്ങളെല്ലാം ഇപ്പോൾ ഒലിച്ചുപോയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് മാത്രമല്ല, നിലവിൽ ഈ ഭാഗത്ത് ഇത് തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതിന് ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ളവരൊക്കെ പങ്കുവെക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉണ്ട്. നിലവിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ? മടവൂർ പഞ്ചായത്തിൽ 5 വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. വളരെ പ്രയാസമുണ്ട്. എത്രയും പെട്ടെന്ന് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് വലിയൊരു പ്രയാസമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആശാ വർക്കർമാരുണ്ട്, ഗുളികയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ചേട്ടാ, ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ സാഹചര്യം മോശമാകുമോ? ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ സാഹചര്യം മോശമാകും. കാരണം 2018 അപേക്ഷിച്ചിട്ട് അത്ര വെള്ളം കയറിയിട്ടില്ലെങ്കിലും ഇനി വരുന്ന മണിക്കൂറുകൾ എങ്ങനെയാണ് മഴ ഉണ്ടാകുമോ അല്ലെന്നറിയില്ല. കൂടുതൽ മഴ ലഭിക്കുകയാണെങ്കിൽ പൂനൂർ ഭാഗത്ത് കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും ഇവിടെ വെള്ളം കയറാനാണ് സാധ്യത. ഇപ്പോൾ ഒരുപാട് വീടുകൾ ഈ 5 വാർഡിലുള്ള ഒരുവിധം വീടുകളിലുള്ള എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പൊ തൽക്കാലം മഴയ്ക്കൊരു ശമനം ഇവിടെ കാണുന്നുണ്ട്. താഴെ പടനിലം ഭാഗമൊക്കെ കൃഷിയിടങ്ങളൊക്കെ ഇപ്പൊ വെള്ളക്കെട്ടിനടിയിലായി. ആ ഭാഗത്തൊക്കെയുള്ള ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് നിലവിലുള്ള സാഹചര്യം ആ ഭാഗത്ത്? ആ ഭാഗത്ത് ഇനിയിപ്പോൾ മഴ തുടരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായിരുന്നാലും എല്ലാവരെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. അതെ, മഴ പെയ്യുകയാണെങ്കിൽ ഇനി ബാക്കിയുള്ളവരെ കൂടി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറും. സുരക്ഷിതമായിട്ട് ക്യാമ്പിലേക്ക് മാറുന്നതാണ് നല്ലത്. കാരണം ഇന്നുകൂടി ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ഈ മേഖലകളിലെല്ലാം ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞതനുസരിച്ച് 5-ാം തീയതി വരെ നമ്മൾ ഒറ്റപ്പെട്ട മഴയും പ്രതീക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്.